ഹായ് ഹലോ ആര്യസ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ നിരഞ്ജനയുടെ നിശ്ചയത്തിന് മുൻപുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിരഞ്ജനയുടെ നിശ്ചയത്തിന് 2 ദിവസം മുമ്പ് ഞാൻ തൂത്തുക്കുടിയിലായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ, അതായത് ഞാനും കീർത്തനയും കുഞ്ഞും സിന്ധുവും കൂടെ തൂത്തുക്കുടിയിൽ നിന്നും ചാത്തന്നൂരത്തേക്ക് വരുന്ന ഒരു ദിവസമാണ് കേട്ടോ. അപ്പം 4:30 കൂടിയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് പച്ചക്കറികൾ നമുക്ക് തൂത്തുക്കുടിയിൽ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. പാചകത്തിന് ആവശ്യമുള്ള കുറച്ച് പച്ചക്കറികൾ, വിലകളൊക്കെ ഒന്ന് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ വരുന്ന പച്ചക്കറി നല്ല ഫ്രഷ് പച്ചക്കറിയാണ് കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കൊണ്ട് ഞങ്ങൾ പെരിയ മാർക്കറ്റിൽ നിന്നും അത്യാവശ്യം ചില പച്ചക്കറികളും കൂടെ മേടിച്ചുകൊണ്ടാണ് ഞങ്ങൾ തൂത്തുക്കുടിയിൽ നിന്ന് യാത്ര തിരിച്ചത് കേട്ടോ. കത്തിരിക്ക, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് അവിടെ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പെരിയ മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്ക് തമിഴ്നാട്ടിലെയും കേരളത്തിലെയും വിലകളും നമുക്കൊന്ന് അറിയാമല്ലോ എന്ന് വിചാരിച്ചു. ചില സമയത്തൊക്കെ തക്കാളിക്കൊക്കെ നല്ല വിലക്കുറവാണ് കേട്ടോ പെരിയ മാർക്കറ്റിൽ. അപ്പോൾ അതെല്ലാം കൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് മേടിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പെരിയ മാർക്കറ്റിൽ വൈകുന്നേരം നല്ല ഫ്രഷ് മലക്കറി വരും കേട്ടോ. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല അടിപൊളി സാധനങ്ങൾ നമുക്ക് വാങ്ങിച്ചുകൊണ്ട് വരാൻ സാധിക്കുന്നുള്ളത് കൊണ്ടാണ് നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചത് കേട്ടോ. അപ്പം ചിലപ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും പാചകക്കാർ തരുന്ന അത് ഒരുപോലെ നമ്മൾ കൊടുത്ത് പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങിക്കണം എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സാറാണ് പറഞ്ഞത് അങ്ങനെയൊന്നുമില്ല. നമുക്കിപ്പം അവരിപ്പോൾ ഒരു 10 കിലോ മുട്ടക്കോസ് പറഞ്ഞാൽ 5 കിലോ നമ്മളൊരു സ്ഥലത്തു നിന്ന് മേടിക്കുന്നു, 5 കിലോ നമ്മൾ വേറൊരു സ്ഥലത്തു നിന്ന് വാങ്ങിക്കുന്നു. അപ്പം അതിനകത്തൊന്നും കാര്യങ്ങളില്ല എന്നുള്ളത് എൻ്റെ ഒരു ടെൻഷൻ കൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കാറുണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഒന്നിച്ച് തന്നെ എടുക്കണം, എല്ലാം ഒരു കടയിൽ നിന്ന് തന്നെ എടുക്കണം എന്നൊക്കെ എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ടെൻഷനൊക്കെ ഈ പെരിയ മാർക്കറ്റിലെ സാധനങ്ങൾ മേടിച്ചപ്പോൾ അങ്ങ് തീർന്നു കേട്ടോ. പെരിയ മാർക്കറ്റിൽ നിന്നും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 5:30 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾ ഇത്ര താമസിച്ച് സാധാരണ ഞങ്ങൾ നാട്ടിലേക്ക് വരാറില്ല. കാരണം ഒന്നും മിണ്ടാതെയും പറയാതെ ഇരുന്നാൽ നമ്മൾ ഉറക്കം വരും കേട്ടോ. ഈ വണ്ടി ഓടിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഉറക്കം വരും കേട്ടോ. അപ്പം അതെല്ലാം കൊണ്ട് ഞങ്ങൾ മിക്കവാറും കീർത്തനയ്ക്ക് ഉച്ചവരെയുള്ള ക്ലാസ്സുള്ള ദിവസങ്ങളിൽ മാത്രമാണ് ഇറങ്ങുന്നത്. പക്ഷേ ഇന്നിപ്പം ഞങ്ങൾ പെരിയ മാർക്കറ്റിൽ നിന്ന് ഞങ്ങൾ പച്ചക്കറിയുടെ മേടിക്കാനായിട്ട് ഞങ്ങൾ താമസിച്ചിറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം തൂത്തുക്കുടിയിലെ കാലാവസ്ഥയെന്ന് പറഞ്ഞാൽ കണ്ടോ, മഞ്ഞ് മൂടി കിടക്കുന്നൊരു കാലാവസ്ഥയാണ് കേട്ടോ. പണ്ട് ഞങ്ങൾ തൂത്തുക്കുടിയിൽ ആദ്യമായിട്ടൊക്കെ വരുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഫുൾ ടൈം വിയർത്തൊലിച്ച് പോകുന്ന ആൾക്കാരായിരുന്നു കേട്ടോ. ഞങ്ങൾ അത്രയ്ക്ക് ചൂടായിരുന്നു. സൂര്യൻ ഉരുകി ഇറങ്ങുന്ന ഒരു നാടായിരുന്നു കേട്ടോ തൂത്തുക്കുടി. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ കാശ്മീരിൻ്റെ തണുപ്പ് ആണ് ഇപ്പം സന്ധ്യയായാൽ ഉള്ള തൂത്തുക്കുടിയുടെ അവസ്ഥ. അത്രയ്ക്ക് തണുപ്പാണ് കേട്ടോ. നല്ല ഭയങ്കര തണുത്ത കാറ്റും ഭയങ്കരമായി മഞ്ഞൊക്കെ മൂടി കിടക്കുന്ന ഒരവസ്ഥയിലാണ് കേട്ടോ ഇപ്പോൾ തൂത്തുക്കുടി മാറിയിരിക്കുന്നത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ കേരളത്തിലാണെന്ന് തോന്നുന്നു തൂത്തുക്കുടിയെക്കാട്ടി ചൂട്. ഭയങ്കര ചൂടല്ലേ നമ്മളെ കേരളത്തിൽ. അപ്പം ഇപ്പോൾ കാലാവസ്ഥകൾ ഇങ്ങനെ ഭയങ്കര ചേഞ്ചായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതാണ്ട് ഇപ്പം നമ്മൾ തിരുനെൽവേലി, ഇതാണ്ട് ഇത് RMKV ആണ് തുണിക്കട. അപ്പോൾ ഈ രാത്രി കാലങ്ങളിൽ നമുക്കിതൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മുടെ തിരുനെൽവേലിയിലെ ചെന്നൈ സിൽക്സ് കേട്ടോ. അപ്പം അതെന്ന് പറഞ്ഞൊരു മയിലിൻ്റെ രൂപത്തിലാണ് കേട്ടോ ഇരിക്കുന്നത്. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്, രാത്രി കാണാനായിട്ട്. പകൽ ഇത്ര ഭംഗിയൊന്നും കാണത്തില്ല. ഞങ്ങൾ തൂത്തുക്കുടിയിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന സമയത്ത് കാറിൽ കേട്ടോ. അപ്പോഴേ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ അന്നുവാണ് കേട്ടോ. അന്നുവിനങ്ങ് ഭയങ്കരമായിട്ട് വൊമിറ്റിംഗ് ടെൻഡൻസി വന്നുകൊണ്ടേയിരിക്കും. ഭയങ്കരമായിട്ട് കഷ്ടപ്പെടും കേട്ടോ. ഉറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ 2 മണിക്കൂർ വരെയൊക്കെ ഞങ്ങളിങ്ങനെ കെട്ടിപ്പിടിച്ച് ഇരുത്തി ഉറക്കും. കിടത്തിയോ ഇരുത്തിയോ മടിയിലിരുത്തിയോ ഒക്കെ ഞങ്ങളങ്ങ് ഉറക്കും. മാക്സിമം ഉറക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. പക്ഷേ കുഞ്ഞല്ലേ, കുറച്ച് കഴിയുമ്പോൾ അവൾ ഉണരും. അവൾക്ക് പിന്നെ അങ്ങ് ഒരുപാട് സമയം അവൾ വിഷമിച്ചിരിക്കും. പിന്നെ കുരുത്തക്കേടൊക്കെ തുടങ്ങും കേട്ടോ. പിന്നെ ഞങ്ങൾ അവളെ ഒതുക്കാനായിട്ട് കുറച്ച് പാട്ടൊക്കെ ഇട്ട് കൊടുക്കും. പാട്ട് മീൻസ് റീൽസ്, ഈ കുട്ടികളുടെ കളിക്കുന്ന അങ്ങനത്തെ കൊച്ചു റീൽസൊക്കെ ഉണ്ടല്ലോ, ആനക്കുട്ടികളുടെയൊക്കെ പാട്ട്, കാർട്ടൂൺ അങ്ങനത്തെ കൊണ്ടല്ലോ, പൂച്ചക്കുട്ടികളുടെയൊക്കെ. അപ്പോൾ അങ്ങനത്തെയൊക്കെ റീൽസൊക്കെ ഇട്ട് കൊടുക്കും. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് എൻഗേജ് ചെയ്യിപ്പിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ അവളെ കൊണ്ടുവരുന്നത്. ഭയങ്കര കഷ്ടമാണ് കേട്ടോ. ആ സമയം നമുക്ക് ട്രെയിനിലാണ് പോകുന്നതെങ്കിലും വരുന്നെങ്കിലും അവൾ ഹാപ്പിയാണ് കേട്ടോ. കാരണം നമുക്ക് കൊല്ലത്തുനിന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് 11:30 കയറിയാൽ 11 മണിക്ക് കയറിയാൽ മതി. തിരിച്ചിങ്ങോട്ടാണെങ്കിലും 10 മണിക്ക് കയറിയാൽ മതി. അവർ കറക്റ്റായിട്ടും കീർത്തനയ്ക്ക് എന്തായാലും ബുക്ക് ചെയ്തിട്ട് അവർ വരാറുള്ളൂ. കാരണം ഹനയ്ക്ക് ഉറങ്ങാനായിട്ട്. എന്നിട്ട് അമ്മയും മോളും കൂടെ ഒരു ബർത്തിൽ കയറി കിടന്ന് ഉറങ്ങി വന്നോളും കേട്ടോ. അപ്പം അവൾക്കത് ഇഷ്ടമാണ്, ഹനയ്ക്ക് ഇഷ്ടമാണ്. ഉറക്കമൊന്നും മുറിയത്തില്ല, ഇഷ്ടവുമാണ്. അപ്പോൾ ഇത്ര പാടുമില്ല ഇപ്പം. പക്ഷേ നമുക്ക് ഇടയ്ക്ക് കാറിൽ പോവേണ്ടി
പോകേണ്ടിയും വരേണ്ടിയൊക്കെ കാര്യങ്ങൾ വരാറുണ്ട് കേട്ടോ. അപ്പം മസ്റ്റായിട്ടും എടുക്കേണ്ട സമയത്താണ് ഞങ്ങൾ കാർ എടുക്കുന്നത്. വെള്ളം കൊണ്ടുപോകാറുണ്ട് ഹനയ്ക്ക് ഇവിടുന്ന്, പിന്നെ അരിയൊക്കെ ഇവിടുന്നാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ കുറച്ച് ലഗേജ് കൂടുതലുള്ള സമയത്ത് ഞങ്ങൾ കാറിലാണ് കേട്ടോ പോകുന്നതും വരുന്നതും. അപ്പോൾ വഴിയിൽ ഒരിടത്തിരുന്ന് ഞങ്ങൾ അനുവിന് കൊണ്ടുവന്ന കഞ്ഞിയൊക്കെ കുറച്ച് കുടിച്ചു. എന്നിട്ട് ഞങ്ങൾ കുറച്ചും കൂടെ ദൂരം വന്നു. അപ്പം തെങ്കാശിയൊക്കെ അടുപ്പിച്ച് വന്നപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഒരു ഹോട്ടലിൽ കയറി കേട്ടോ. അപ്പോൾ ഇവിടെ ബൺ പൊറോട്ട കിട്ടും കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഇപ്പം കീർത്തന ഇപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് കയറുന്നുണ്ട്, 1-2 പ്രാവശ്യം കയറി കേട്ടോ. അപ്പോൾ അതൊരു മലയാളികളുടെ ഒരു ഹോട്ടലാണ് കേട്ടോ. മലയാളികളാണ് കേട്ടോ മിക്ക ആൾക്കാരും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കയറുന്നതുകൊണ്ടും കുഴപ്പമില്ല. കുറച്ച് മലയാളി ടച്ചുള്ള ഫുഡെല്ലാം കിട്ടും. അപ്പം നമ്മൾ വാങ്ങിച്ചതെന്ന് വെച്ചാൽ ബൺ പൊറോട്ടയും മേടിച്ചു, പിന്നെ ബീഫ് ചില്ലിയും മേടിച്ചു കേട്ടോ. അപ്പം രണ്ടും നല്ല അടിപൊളിയായിരുന്നു. ബൺ പൊറോട്ട നല്ല ചൂടായിരുന്നു കേട്ടോ, നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ലൊരു ബൺ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം ഈ തിരുനെൽവേലിയിലൊക്കെ ഉള്ള ഒരു പ്രത്യേകിച്ചുള്ള ഒരു സംഭവമാണ് ഈ ബൺ പൊറോട്ട. അപ്പം ഞാൻ പക്ഷേ ഫസ്റ്റ് ടൈമാണ് അത് കഴിക്കുന്നത്. നമ്മുടെ കൊല്ലത്തൊക്കെ 1-2 സ്ഥലങ്ങളിൽ ബൺ പൊറോട്ടയ്ക്ക് നല്ല ഫേമസ് ആയിട്ടുള്ള കടകളുണ്ട്, അയത്തിലൊക്കെ കടകളുണ്ട് കേട്ടോ. അപ്പം ഞാനത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം കഴിക്കണമെന്നൊക്കെ. വളരെ ഒരു പൊറോട്ടയുടെ അത്ര വീതിയും നീളമൊന്നും കാണത്തില്ല, കുറച്ച് ചെറുതായിരിക്കും, പക്ഷെ നല്ല ബഫ് കണക്കിരിക്കും കേട്ടോ. നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അതും ബീഫ് ചില്ലിയാണ് നമ്മൾ വാങ്ങിച്ചത് കേട്ടോ. അന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കഴിച്ചു, പക്ഷേ ഇപ്രാവശ്യം അത്ര കഴിച്ചൊന്നുമില്ല. പിന്നെ അനുവിന് ദോശ വേണമെന്ന് പറഞ്ഞു, പിന്നെ ദോശയൊന്നും അന്നു കഴിച്ചൊന്നുമില്ല. അതും കൂടെ പിന്നെ നമ്മൾ കഴിക്കേണ്ടി വന്നു കേട്ടോ. അങ്ങനെ അന്നുവിൻ്റെ ആഹാരം ചെറിയ പരാജയമായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്നും തിരിച്ചു വരികയാണ്. അപ്പോൾ തെങ്കാശി കഴിഞ്ഞ് ചെങ്കോട്ടയൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ പുളിയറയ്ക്ക് മുമ്പേ ആയിട്ട് അവിടെ ഒരു ചിപ്സൊക്കെ ഉണ്ടാക്കുന്നൊരു കടയുണ്ട് കേട്ടോ. ചിപ്സ്, മുറുക്ക്, അങ്ങനെ ഒരു കടയുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ആ കടയിൽ കയറി, വല്ലപ്പോഴൊക്കെ ഞങ്ങളവിടെ കയറി ചിപ്സൊക്കെ മേടിക്കാറുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങണം. അപ്പോൾ അവിടുത്തെ ചിപ്സൊക്കെ ഒന്ന് കഴിച്ച് നോക്കിയിട്ട് കൊള്ളാമെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് മേടിക്കാമെന്ന് വിചാരിച്ചു. വീട്ടിലേക്ക് മീൻസ് നമ്മുടെ നിശ്ചയത്തിനായിട്ട്. അങ്ങനെ ഈ കടയിൽ നിന്നാണ് കേട്ടോ നമ്മൾ ചിപ്സും ശർക്കര വരട്ടിയും മേടിച്ചത്. അതായത് നമ്മുടെ നിശ്ചയത്തിൻ്റെ സദ്യയിലെ ചിപ്സും ശർക്കര വരട്ടിയും നമ്മൾ ഈ കടയിൽ നിന്നാണ് മേടിച്ചത്. ഓക്കെ, അപ്പോൾ ഇനിയാണ് കേട്ടോ ടാസ്ക്. അപ്പം നമുക്ക് പുളിയറ മുതൽ നമുക്ക് ബ്ലോക്ക് കിട്ടി കേട്ടോ. വൻപിച്ച ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അനങ്ങാൻ വയ്യാത്ത ബ്ലോക്ക് കിട്ടി കേട്ടോ. അപ്പം ഞങ്ങൾ വളരെ ടെൻസ്ഡായിട്ടാണ് പിന്നെ വണ്ടി ഓട്ടിച്ചത്. കാരണം അനങ്ങിയ വണ്ടികൾ പോകത്തുള്ളൂ. ഒരുപാട് ചരക്ക് ലോറികളുടെ ഒരു സമയമാണ് കേട്ടോ ഈ ഒരു 10-10:30 സമയം എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ ടെൻഷൻ അടിച്ചാണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത്. ബസ്സിൽ തന്നെ കയറണേ. എവിടെ പോണ്? പിറക്ക വരാൻ പറ. ഒന്നാമത് മനുഷ്യന് ടെൻഷൻ അല്ലേ അനു പേടിച്ച് വിറച്ചിരിക്കേണ്ടി വരും കേട്ടോ. പോലീസുണ്ട്. പേടിക്കാതെ പോണം കേട്ടാ. ഇതുവഴി എടുത്തോ, ഇതുവഴി അങ്ങ് സൈഡിൽ കൂടെ എടുത്തോ. നീ അങ്ങ് എടുത്തോ, ഫസ്റ്റ് അല്ലേ. ഇവിടെ സ്ഥലമില്ല. നില്ല ഇവിടെ ഫസ്റ്റ് തന്നെ കിടക്കുന്ന അങ്ങ് എടുത്തോ, പയ്യെ എടുത്തിട്ട് നമ്മൾ ചേർത്തെടുക്കാം. അറ്റത്തോട്ട് കൊണ്ടുപോയിട്ട് അറ്റത്തോട്ട് കൊണ്ടുപോയിട്ട് നമ്മളങ്ങ് എടുത്തോ, പേടിക്കാതെ അങ്ങ് എടുത്തോ. ഓക്കെ സെറ്റ്. ഇത്രയേ ഉള്ളൂ. പോലീസൊക്കെ നിൽപ്പുണ്ട് കേട്ടാ. അതാ ഞാൻ പറഞ്ഞ, കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെയൊക്കെ പോലീസ് ഉണ്ടായിരുന്നു. എന്താ പോലീസ് മാമ നിൽക്കുന്നാണ്ടാനു. ഇവര് നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ഭയങ്കര ധൈര്യം, ഒന്നും ഇറങ്ങി പറ്റില്ല. പക്ഷെ ഞാൻ അവരുടെ ബാക്കിൽ എടുക്കത്തുള്ളായിരുന്നു. ഈ എസ് വളവ് എന്ന് പറയുന്ന പുളിയറയ്ക്ക് അടുക്കുള്ള ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ തെന്മലയിലേക്കുള്ള ഒരു കയറ്റമാണ് കേട്ടോ. അതൊരു എസ് ഷേപ്പിലാണ് കിടക്കുന്നത്. അത് നല്ല കുത്തനെയാണ് കേട്ടോ. അപ്പം നമ്മൾ നമ്മൾ വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് ടെൻഷനൊന്നും ഇല്ലാതെ നമുക്ക് കയറാം. പക്ഷെ നമ്മൾ ഈ ചരക്ക് വണ്ടികളുടെയൊക്കെ ഇടയ്ക്ക് ആകുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് നിൽക്കും, പെട്ടെന്ന് ബാക്കിലോട്ട് എടുക്കും. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വളരെ ടെൻഷൻ ഒട്ടും ഇല്ലാതെ വളരെ കൂളായിട്ട് വേണം നമ്മൾ വണ്ടി എടുക്കാനായിട്ട്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ നാട്ടിൽ വണ്ടികൾ എല്ലാവരുമൊക്കെ ഓട്ടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തേക്കുള്ളൊരു സ്ഥലത്ത് ഓട്ടിക്കുമ്പം കുറച്ചും കൂടെ നമ്മളൊക്കെ എക്സ്പെർട്ട് ആവും കേട്ടോ. കീർത്തനയൊക്കെ നല്ല എക്സ്പെർട്ടാണ് കേട്ടോ വണ്ടി ഓടിക്കുമ്പം. അഭിമാനം തോന്നാറുണ്ട്. കീർത്തന നിരഞ്ജനയൊക്കെ നല്ല അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കും കേട്ടോ.
അപ്പം അവർ ഓടിക്കുന്നത് കൊണ്ട് നമുക്ക് ടെൻഷൻ ഇല്ലാതിരിക്കുകയും ചെയ്യാം. ഓക്കെ, അവർ നല്ല കെയർ ചെയ്താണ് കേട്ടോ എപ്പോഴും വണ്ടിയൊക്കെ എടുക്കുന്നത്. ഓക്കെ, പൊതുവേ എന്നതുപോലെ അന്നും നമുക്ക് തെന്മല വരെ നമുക്ക് റഷായിരുന്നു, ഭയങ്കര വണ്ടികളുടെ ബഹളമൊക്കെ ആയിരുന്നു. പക്ഷേ തെന്മലയ്ക്ക് ശേഷം ഞങ്ങൾ കുളത്തുപ്പുഴ വഴിയാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. അവിടെ വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും വരത്തില്ല, നമുക്ക് നല്ല സേഫായിട്ട് നല്ല സ്പീഡിൽ ഇനി ഓട്ടിച്ച് വരാം കേട്ടോ. അപ്പം എല്ലാവരും ഉറങ്ങാതെയൊക്കെ ഞങ്ങൾ ഒരു 12:30 ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഞങ്ങളുടെ യാത്ര, ഒരു ടാസ്കി യാത്ര. ഓക്കെ, അപ്പം വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ സാധനങ്ങളെല്ലാം എടുത്ത് സേഫാക്കിയൊക്കെ വെക്കുകയാണ്. സാറാണ് അതിൻ്റെയൊക്കെ ആൾ. അപ്പം എല്ലാം തക്കാളിയും എല്ലാം വൃത്തിയാക്കി തന്നെ വെക്കണമല്ലോ, അപ്പം അതെല്ലാം അവർ സെറ്റാക്കി വെച്ചു കേട്ടോ. ഇത്രയേ ഉള്ളൂ അതിൻ്റെ വിശേഷങ്ങൾ. അപ്പം നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. ഓക്കെ.